എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ്, ഏറ്റവും വലിയ വിജയം നേടിയ ഒരു സിനിമയാണ്. ഇനി മുന്നോട്ടുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നൊരു സിനിമയാണ്. ഒരു നിർമ്മാതാവ്, ഒരു നടൻ എന്നതിനേക്കാൾ ഉപരി ഒരു സഹോദരൻ എന്ന രീതിയിൽ എന്നെ സ്നേഹിച്ച് ജീവിതത്തിന്റെ പല സമയത്തും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വേണുചേട്ടനോട് നന്ദി പറയുന്നു. എൻ്റെ ക്രൂ, എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ മനോജേട്ടൻ, അനശ്വര, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, സെറിൻ, മേഘ, അപ്പു, ഞങ്ങളുടെ ബേബി ചേട്ടൻ, എല്ലാവരോടും നന്ദി പറയുന്നു. ഈ സിനിമ ശരിക്കും എനിക്ക് എൻ്റെ ലൈഫിൽ തന്നൊരു കോൺഫിഡൻസ് അതിഭീകരമാണ്. 2024 എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല വർഷമായിരുന്നു. ഞാൻ ചെയ്ത ഏറ്റവും നല്ല സിനിമകൾ ഇറങ്ങി, ബാക്ക് ടു ബാക്ക് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റിയൊരു വർഷമായിരുന്നു. ഒരു നിർമ്മാതാവ് ജനുവരിയിൽ ഇറങ്ങിയ സിനിമകളുടെ കണക്ക് പുറത്തുവിട്ട് മലയാള സിനിമയെ പറ്റി പറയുമ്പോൾ ഞാൻ ഏറ്റവും അഹങ്കാരത്തോടെ ചിരിച്ച ദിവസമായിരുന്നു അത്. കാര്യം 2025 ജനുവരിയിൽ ഇറങ്ങിയ സിനിമകളിൽ രേഖാചിത്രം മാത്രമാണ് വിജയിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ സ്വപ്നം കണ്ട ഒരു സമയമായിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ അഹങ്കാരത്തോടെ ചിരിച്ചൊരു സമയമാണ്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ വിജയാഘോഷം ഇത് ആദ്യത്തെ ആഘോഷം മാത്രമാണെന്ന് കരുതുന്നു. വേണുചേട്ടാ, ഇതിന്റെ വലിയൊരു ആഘോഷം ഇതിനേക്കാൾ മുകളിലേക്ക് തീർച്ചയായിട്ടും കേരളത്തിലെ പ്രേക്ഷകർക്ക്, തീർച്ചയായിട്ടും മലയാള സിനിമയുടെ കേരളം കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാർക്കറ്റായി മാറിയിരിക്കുന്നതാണ് ഇന്ന് UAE, സ്പെഷ്യലി ദുബായ്. ആൻഡ് ഗുൽഷൻ സർ, താങ്ക് യു സോ മച്ച്. വി മലയാളം ഫിലിം ഇൻഡസ്ട്രി ഓഫ് യു അലോഡ് സർ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് us. ഇന്ന് ഈ വിജയാഘോഷത്തിന് ഇവിടെ എത്തിയ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ഇനി ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. അയ്യോ, എടുത്തു പറയേണ്ട ഒരു പേര് പറയാൻ മറന്നുപോയി. സിനിമ കണ്ട കാലം മുതൽ മമ്മൂക്ക എന്ന് വിളിച്ച് ശീലിച്ച പേര് മമ്മൂട്ടി ചേട്ടൻ എന്നാക്കി മാറ്റിയത് രേഖാചിത്രത്തിലൂടെയാണ്. ഇവരുടെ കഴിവാണത്. അപ്പോൾ മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ സംഭവിക്കില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.